Hello friends, welcome to Xeta Tech. നമ്മൾ ഇന്ന് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഈ ശരിയാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ്. വേരിയബിൾസിന്റെ കാര്യത്തിൽ നമ്മൾ മെമ്മറി അഡ്രസ്സ് രണ്ട് ഒബ്ജക്റ്റുകളുടെ മെമ്മറി അഡ്രസ്സ് സെയിം ആണെങ്കിൽ അവരെന്താണ് ഐഡന്റിക്കൽ ആണ് അല്ലേ. രണ്ട് ഒബ്ജക്റ്റുകളുടെ മെമ്മറി അഡ്രസ്സ് സെയിം മെമ്മറിയിലോട്ടാണ് സേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരെന്താണ് ഐഡന്റിക്കൽ ആണ്. ഇനി ഐഡന്റിക്കൽ അല്ലാത്തതിനെ കണ്ടുപിടിക്കാനായിട്ടാണ് ഈസ് നോട്ട്. ഐഡന്റിക്കൽ ആണെന്ന് കണ്ടുപിടിക്കാൻ എന്താ യൂസ് ചെയ്യാം? ഈസ് നോട്ട് എന്ന് പറയുന്നത് ഇത് രണ്ടും ഐഡന്റിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും? ട്രൂ റിട്ടേൺ ചെയ്യും ഈസ് നോട്ട്. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൂളിയൻ വാല്യൂസ് ആയിരിക്കും ഇതിൻ്റെ റിട്ടേൺ ടൈപ്പ്. നമുക്ക് രണ്ട് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഈസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വേരിയബിൾസും സെയിം മെമ്മറിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? ട്രൂ റിട്ടേൺ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് എക്സിനകത്ത് എന്തൊക്കെ വാല്യൂസ് ഉണ്ട്? ഒരു ലിസ്റ്റ് പോകുന്നുണ്ട് അല്ലേ. 1 2 3 എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ് എന്തിലോട്ട് കൊടുക്കുന്നത്? എക്സിനകത്തോട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എക്സിൻ്റെ മെമ്മറി റെഫറൻസ് ആണ് എന്തിലോട്ട് പോയേക്കുന്നത്? വൈക്കകത്തോട്ട് പോയേക്കുന്നത്. y = x എന്ന് പറയുമ്പോൾ എക്സിനകത്തുള്ള മെമ്മറി ഈ ഒരു ലിസ്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നതിൻ്റെ മെമ്മറി അഡ്രസ്സാണ് എന്തിലോട്ട് പോയേക്കുന്നത്? വൈക്കകത്തോട്ട്. അപ്പോൾ എക്സും വൈയും എന്താണ്? ഈക്വൽ ആണ്. മെമ്മറി അഡ്രസ്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഐഡന്റിക്കൽ ആണ്. അപ്പോൾ എക്സ് ഈസ് വൈ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി വേറൊരു പുതിയൊരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? പുതിയ മെമ്മറി അഡ്രസ്സാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. 1 2 3 എന്ന് പറയുന്ന ലിസ്റ്റ് പുതിയൊരു മെമ്മറി അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിന് ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുന്നു. ഇനി നമ്മൾ നോക്കുകയാണ് എക്സ് ഈസ് ഇസഡ്. എക്സിൻ്റെ മെമ്മറി അഡ്രസ്സ് വേറെയാണ്, ഇസഡിൻ്റെ മെമ്മറി അഡ്രസ്സ് വേറെയാണ്. അപ്പോൾ എക്സ് ഈസ് ഇസഡ് എന്ന് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഫോൾസ് ആയിരിക്കും വരിക. ഇനി രണ്ടാമത്തെ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആണ് ഈസ് നോട്ട്. ഈസ് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? രണ്ടും ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? രണ്ടും മെമ്മറി അഡ്രസ്സും ഡിഫറെൻ്റ് ആണെങ്കിൽ എന്ത് വരും? ട്രൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും വരുന്നത്. എക്സ് = 1 2 3 വൈക്കകത്തോട്ട് എക്സിൻ്റെ സെയിം മെമ്മറി അഡ്രസ്സാണ് പോയിരിക്കുന്നത്. എക്സ് ഈസ് നോട്ട് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവോ? എന്താണ്? രണ്ടും ഒരേ മെമ്മറി അഡ്രസ്സിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. എക്സ് ഈസ് നോട്ട് വൈ അല്ല, എക്സ് ഈസ് വൈ ആണ്. സോ ഇവിടെ എന്ത് വരും? ഫോൾസ് വരും. ഇസഡ് 1 2 3 എന്ന് പറഞ്ഞ് വേറൊരു മെമ്മറി അഡ്രസ്സിലാണ് ഇരിക്കുന്നത്. എക്സ് ഈസ് നോട്ട് ഇസഡ്. എക്സ് ഇസഡ് അല്ല എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ശരിയാണ്. സോ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്? ട്രൂ. അപ്പോൾ സമ്മറൈസ് ചെയ്യുകയാണ്, ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന രണ്ടെണ്ണമാണ് ഈസ് നോട്ടും. ഈസ് എന്ന് പറയുന്നത് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഒരേ മെമ്മറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് വരും? ട്രൂ വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫോൾസ്. ഈസ് നോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും രണ്ട് ഡിഫറെൻറ്റ് മെമ്മറി ആണെങ്കിലാണ് ട്രൂ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വരും? ഫോൾസ് വരും. സോ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ. താങ്ക് യു.